മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ ഒരു മെഷീനാണ്. പ്രഷർ വാഷറാണ്. പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന പെയിൻറ്റർമാർ, റെൻ്റ് ഷോപ്പുകാർ, അങ്ങനത്തെ പ്രൊഫഷണൽ വർക്കേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രഷർ വാഷറാണ് ഇത്. ടോയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, ടോയോ ടി ബ്ലൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 150 ബാറിൻ്റെ പ്രഷർ വാഷറാണ്. 2200 വാട്ട്സ് ആണ് ഇതിൻ്റെ മോട്ടോർ പവർ വരുന്നത്. ഇതൊരു ഹെവി ഡ്യൂട്ടി പ്രഷർ വാഷറാണ്. നമുക്ക് ത്രൂ ഔട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി പ്രഷർ വാഷർ. പിന്നെ പോർട്ടബിളുമാണ്. അപ്പോൾ നമുക്ക് 2 വീലർ തന്നെ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ വെയിറ്റ് ഉണ്ടാവും, ഒരു 10-16 കിലോ വെയിറ്റ് വരും. പക്ഷേ ത്രൂ ഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഒരു ഹോസ്, സെൽഫ് റിമിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഹോസാണ്. ഒരു ഗണ്ണ്, ഫിൽട്ടർ, പത്ത് മീറ്റർ ഹോസ്, മെഷീൻ ജസ്റ്റ് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബോക്സാണ്. ഇതിൻ്റെ നോസിൽസ് ആണ് വെച്ചിരിക്കുന്നതല്ല. ഇതാണ് മെഷീൻ. ഇത് അത്യാവശ്യം ഹെവി ടൈപ്പ് മെഷീനാണ്. ബ്രാസിൻ്റെ ഹെഡാണ്. അപ്പോൾ ബ്രാസിൻ്റെ ഹെഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പായൽ പിടിക്കുക, അല്ലെങ്കിൽ സ്റ്റെയിൻസ് വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്ക് ഇതിൻ്റെ വാൾവുകൾ മാത്രം ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഹെഡ് ഒരിക്കലും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകത്തില്ല. പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള മീറ്റർ റീഡിങ് കൊടുത്തിട്ടുണ്ട്. എത്ര ബാറാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അതുപോലെ തന്നെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓയിലിൻ്റെ ലെവൽ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തോ ഒരു ഓയിലുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പം ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തുറന്നിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഓയിൽ. എന്നിട്ട് ഈ ഡിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് യൂസ് ചെയ്യുമ്പം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്രീത്തറും കൂടെ ഉള്ളതാണ്. ഇതിപ്പോൾ ഓയിൽ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള വാൾവാണ് അതിൽ ഇപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൈപ്പ് കണക്ഷനും ഇലക്ട്രിക് കണക്ഷനൊക്കെ കൊടുത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ഫസ്റ്റ് നമ്മളിവിടെ 2 കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കണക്ഷനിൽ നമ്മൾ ഫിൽറ്റർ പിടിപ്പിക്കുന്നു. ഇൻലെറ്റ് ഇതാണ്. ഇവിടെ നമ്മൾ ഇൻലെറ്റ് കണക്ഷൻ കൊടുക്കുന്നു. ഇൻലെറ്റ് കണക്ഷൻ കൊടുക്കും. പിന്നെ വരുന്നത് ഹോസ് ഉണ്ട്. ഹോസിൽ നിന്ന് നമ്മളിപ്പോൾ ഡയറക്റ്റാണ് കണക്ട് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കേണ്ടത്, ഇത്രയും ഹെവി മെഷീൻസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ നമ്മൾ അത്രത്തോളം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത്രത്തോളം വാട്ടർ കൺസ്യൂഷൻ കൂടും മെഷീനിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ഹോസിലൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ചില സ്ഥലത്ത് വാട്ടറിന് പ്രഷർ കുറവായി, ഇൻലെറ്റ് വാട്ടറിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ചൂടാവും. അതായത് മെഷീന് പ്രഷർ ഡെവലപ്പ് ചെയ്യേണ്ട അത്രയും പ്രഷർ ഇൻലെറ്റ് ഹോസിൽ കൂടെ വെള്ളം വരുന്നില്ലെങ്കിൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നോർമലി നിങ്ങൾ ഇതിൽ തന്നെ പൈപ്പിൽ തന്നെ കണക്ട് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ പ്രഷർ ഈ ഇൻലെറ്റ് പ്രഷർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കമ്പനി തന്നെ ഒരു ഹോസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഹോസിനകത്ത് ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് ഇത് ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മെഷീൻ ആവശ്യമുള്ള വെള്ളം മെഷീൻ തന്നെ എടുത്തോളും. അപ്പോൾ അതാവുമ്പോൾ മെഷീന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല. അത് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനകത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ പൈപ്പിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുമ്പം പൈപ്പിൽ നിന്ന് ഫ്ലോ കുറവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അപ്പം മെഷീന് വേറെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പൈപ്പിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം പ്രഷറുള്ള പൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പൈപ്പിൽ തന്നെ ഞാൻ ഡയറക്റ്റ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് കുത്തിയിട്ട്, അപ്പോൾ ഞാനിപ്പം ഔട്ട്ലെറ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്തു. ഇത് കുറച്ച് അത്യാവശ്യം ഗേജ് കൂടിയ R2 ഹോസിൽപ്പെട്ട ക്വാളിറ്റിയുള്ള ഹോസാണ് ഇതിൻ്റെ കൂടെ. 10 മീറ്റർ ഹോസ് ഉണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്നത് നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന നോർമൽ മെഷീനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഹോസ് ആയിരിക്കില്ല. ഇപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കോമൺ ഹോസാണ്. ഈ ഹോസ് അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഹോസുമായിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗണ്ണും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് നമ്മളിത് ഇവിടെ തന്നെ കണക്ട് ചെയ്യും. ജസ്റ്റ് നമ്മളിത് കണക്ട് ചെയ്തു. ഇതുവഴി ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്, വേണ്ട. ഇനി ചെയ്യേണ്ടത്
പ്ലഗ് കണക്ട് ചെയ്യുക. ഇത് 2200 വാട്ട്സ് ആണ്. അപ്പം 16 ആംസ് പ്ലഗിൽ വേണം കണക്ട് ചെയ്യുക. അതായത് പവർ പ്ലഗിൽ തന്നെ കണക്ട് ചെയ്യുക. നിങ്ങൾ എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2.5-ന്റെ എക്സ്റ്റൻഷൻ ബോർഡ്, 2.5 mm സ്ക്വയറിന്റെ എക്സ്റ്റൻഷൻ വയർ തന്നെ എടുക്കണം. അതല്ല നമ്മൾ 1.5 ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും മെഷീൻ ചൂടാവുകയും ചെയ്യും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത്രയും ഹെവി മെഷീനൊക്കെ നമ്മൾ 2.5 mm സ്ക്വയറിന്റെ വയർ തന്നെ യൂസ് ചെയ്യുക. ഇതിൽ മൊത്തം നിങ്ങൾ നോക്കാം 3 ഓപ്ഷൻസ് കാണാം. അതായത് മാനുവൽ, ഓഫ്, ഓട്ടോ. ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നടുക്ക് വരുന്ന ഓഫ്. പിന്നെ ഉള്ളത് മാനുവലാണ്. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഫുൾ ടൈം റണ്ണിങ് തന്നെ ആയിരിക്കും. മാനുവൽ എന്ന് പറഞ്ഞാൽ മെഷീൻ ഫുൾ ടൈം റണ്ണിങ് തന്നെ ആയിരിക്കും. ഗണ്ണും ഇതുമായിട്ട് ബന്ധം കാണില്ല. ഗണ്ണിൽ നമ്മൾ വിട്ടാലും വിട്ടില്ലെങ്കിലും മെഷീൻ വർക്കിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾ ലോങ് ടൈം യൂസിനൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കട്ട് ഓഫ് ഇഷ്യൂസ് ഈ മെഷീനിൽ കുറഞ്ഞിരിക്കും. അതിനുവേണ്ടിയാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഗണ്ണിൽ നിന്ന് വിട്ടാലും മെഷീൻ റണ്ണിങ് ആണ്. കണ്ടില്ലേ? ഗണ്ണ് മാത്രം, ഈ ഗണ്ണിലെ വെള്ളത്തിന്റെ ഇത് മാത്രമാണ് ഓഫായി കിടക്കുന്നത്. ഇത് വർക്കിംഗ് ആണ്. മെഷീൻ വർക്കിംഗ് ആണ്. ഇനി ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ മെഷീനോടെ ഓഫായി. കണ്ടില്ലേ? മെഷീൻ ഓഫാവും, ഫുള്ളായിട്ട് ഓഫാവും. അതാണ് ഈ 3 ഓപ്ഷൻ: ഓട്ടോ, ഓഫ്, മാനുവൽ. അങ്ങനെ 3 രീതിയിൽ ഉള്ള സ്വിച്ചിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ മെഷീൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് വരുന്നത്. ഒത്തിരി നേരം നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലിട്ട് യൂസ് ചെയ്യുക. അതിനാണ് ഈ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ മെഷീൻ മാത്രം മെഷീൻ ഓഫ് ആവില്ല, വെള്ളത്തിന്റെ ഓപ്ഷൻ മാത്രമേ ഓഫ് ആവുള്ളൂ. ഇപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വരുമ്പോൾ, മെഷീൻ കിട്ടുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് സ്പാനർ ഇട്ട് അഴിക്കുക. അഴിച്ചിട്ട് ലെങ്ത് കൂട്ടാനുള്ള നോസിൽ പിടിപ്പിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തറ ക്ലീൻ ചെയ്യാനുള്ള ആ പ്രഷറിലോട്ട് വരും. എന്നിട്ട് ഇത് നമ്മൾ അഴിച്ചു വെച്ച നട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പിടിപ്പിക്കുക. ഓക്കെ, ഹാൻഡ് ടൈറ്റ് ചെയ്തതിൻ്റെ ആവശ്യമുള്ളൂ. ഓൾറെഡി അതിനകത്തൊരു ഓറിങ് ഉള്ളതുകൊണ്ട് വെള്ളം ലീക്ക് ആവില്ല. എന്നിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ 1, 2, 3, 4, 5 നോസിൽ വെച്ചാൽ അതിൽ പച്ച ആണ് അത്യാവശ്യം പ്രഷർ ഉള്ളത്. 25 ഡിഗ്രിയിൽ പ്രഷർ പോകും. അതായത് വി പോലെ ഇത്രയും രീതിയിൽ പോകും. ഓരോ നോസിൽ എടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ വെള്ളം എടുക്കാൻ കുറച്ചും കൂടെ വീതി കൂടും. റെഡ് സൂചി പോലെ. അപ്പോൾ ഓരോ നോസിനനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്നത് പച്ചയാണ്, പെയിൻറ്റർമാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്ലഗ് ഓൺ ചെയ്യുക. ഓട്ടോ ഓപ്ഷൻ ഇട്ടു. ഇത് ഫുള്ളായിട്ട് പായലുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ വി കിട്ടണമെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഈ വി കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട്. എത്ര പെട്ടെന്ന് ക്ലീൻ ആകും. പ്രഷർ കൂടുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ 3-4 പ്രാവശ്യം ഇവിടെ അടിക്കുമ്പോൾ ഇത് 1 ടൈമിൽ നമുക്കിത് കറക്റ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, ഇത് തന്നെ ഇനി ഞാൻ വേറെ നോസിലോട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഗ്രീൻ ആണ്. ഇപ്പം ഞാൻ ഇടുന്നത് ഓറഞ്ചാണ്. ഇപ്പം ഗ്രീനിനെക്കാട്ടിയും കുറച്ചും കൂടെ പ്രഷർ കൂടുതലാണ് ഓറഞ്ച്. അതായത് 50 ഡിഗ്രിയാണ്. അത് ഇത്രയും വീതിയിലായിരിക്കും ക്ലീൻ ആവുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇപ്പം ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് താഴോട്ട് വലിക്കുക, ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ വീതി ഈ രീതിയിലാണ്.
എത്ര പെട്ടെന്ന് ക്ലീൻ ആകുന്നത് കണ്ടോ. ജസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഇതിന്റെ പുറത്തോട് അടിക്കേണ്ടി വരുന്നുള്ളൂ. പ്രഷർ കൂടിയ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണമാണ് ഇതല്ല. വൺ ടൈം കൊണ്ട് തന്നെ ജസ്റ്റ് ക്ലീൻ ആയി വരും. ജസ്റ്റ് കണ്ടില്ലേ. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേറെ നോസിലിട്ട് കാണിച്ചു തരാം. ഇത് യെല്ലോ, ഇതുവരെ 40 ഡിഗ്രിയാണ്. കുറച്ചും കൂടെ വീതി കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇത് വർക്കാവുന്നത്. ഇത് നമ്മൾ കൈവച്ച് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഷർ. ഇത് വി ആണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാം. പക്ഷേ ഇത് പ്രഷർ കുറവായതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആയി വരില്ല. ഇത് നമുക്ക് വണ്ടിയൊക്കെ വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയൊരു സർവീസ് സ്റ്റേഷൻ, 2 വീലർ വർക്ക്ഷോപ്പ്, അവർക്കൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ നോസിൽ. ഓക്കെ, ഇനി വരുന്നത് സൂചി പോലത്തെ നോസിലാണ്. ഇത് വരുന്ന ഹൈറ്റിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. ഏറ്റവും പ്രഷർ കൂടിയ നോസിലാണ്. ഇത് നമുക്ക് കൈയൊന്നും വെച്ച് നോക്കാൻ പറ്റാത്ത രീതിയിൽ പ്രഷർ വരുന്നതാണ്. ഇത്ര ഹൈറ്റിൽ പോകും. പെയിന്റർമാർക്ക് പക്ഷേ ഇതുകൊണ്ട് വലിയ യൂസ് വരുന്നൊരു ഇതില്ല. നമുക്ക് പച്ച, ഓറഞ്ച് ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ കൊടുത്തിരുന്ന ഓപ്ഷൻ നമുക്ക് ലെങ്തിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഹൈറ്റിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ നോസിൻ്റെ കൂടെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരത്ത് ഗ്ലോബ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോറിൽ കയറി പർച്ചേസ് ചെയ്യാം. www.globetools.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ഥലം. ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇതുമായിട്ട് മെഷീൻ്റെ ഡൗട്ട്, അതിൻ്റെ സർവീസ്, സ്പെയർ പാർട്സ് എന്തെങ്കിലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതേ ടൈപ്പ് മെഷീൻസിൻ്റെ എന്തെങ്കിലും സ്പെയർ പാർട്സ് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞങ്ങളുടെ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.